വീണ്ടും വാർത്തകളിലേക്ക്. MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ മർദ്ദനമേറ്റു എന്ന പരാതിയുമായി വഞ്ചിപ്പാട്ട് കലാകാരൻ. SFI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കലാകാരനായ ആരോമൽ ശിവയുടെ പരാതി. ആ പരാതി കേൾക്കാം. അതിന് ചുറ്റും SFIക്കാർ വളയുകയും നമ്മളെ മർദ്ദിക്കുകയായിരുന്നു. അവർ ഹെൽമെറ്റ് കൊണ്ട് പുറത്ത് തലയിലടിച്ചു. അത് 3-4 തവണ അടിച്ചു. റിപ്പീറ്റിൽ അടിച്ചപ്പോൾ എനിക്ക് വയ്യാതായി ഞാൻ വീണു. ഒരു പ്രകോപനം ഉണ്ടായിരുന്നില്ല. നമുക്ക് ആകെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വട്ടം ഒരു കമന്റ് ഇട്ടു. നമ്മൾ പഠിപ്പിച്ച ശേഷം പ്രൈസ് ഉണ്ടായിട്ട് പോലും 5 മാസമായിട്ടും പൈസ തരാത്ത വ്യക്തികൾ അവിടെ വേറൊരു പരിപാടി നടത്തിയപ്പോൾ അതിന് പൈസ ഉപയോഗിച്ചു. അപ്പോൾ അതിനെ തുടർന്നൊരു കമന്റ് ഇട്ടു. ആ കമന്റിന്റെ പേരിലാണ് ഇവർ നമ്മളെ തല്ലുന്നത്. പരാതിയിൽ തിരുവല്ല പോലീസ് കേസെടുത്തു. എന്നാൽ വിദ്യാർത്ഥികളും പരിശീലകനുമായുള്ള തർക്കത്തിൽ ഇടപെട്ട് പിടിച്ചു മാറ്റുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് SFI നേതൃത്വം വിശദീകരിക്കുന്നു. ശ്രീരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, പരാതിയിൽ ഗുരുതരമായ ആരോപണമാണ്, ഇത്തരത്തിൽ ഉപദ്രവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അത് SFI നേതാക്കളുടെ വിശദീകരണം മറുഭാഗത്തുണ്ട്, പിടിച്ചു മാറ്റുക മാത്രമായിരുന്നു എന്നുള്ളത്. ഇക്കാര്യത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? സ്വാതി, അതായത് മാർച്ച് 3-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു പരിപാടി നടത്തിയതിൽ പരിശീലിപ്പിച്ചതിൻ്റെ പണം നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമായിരുന്നു വിദ്യാർത്ഥികളും ഈ പരിശീലകനായ ആരോമൽ ശിവയും തമ്മിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വിദ്യാർത്ഥികളുമായി ഈ ആരോമൽ ശിവ തർക്കത്തിലേർപ്പെടുകയും വിദ്യാർത്ഥികൾ ഈ ആരോമലിനെ മർദ്ദിക്കുകയുമായിരുന്നു. അതിൽ ഉൾപ്പെട്ടതാണ് ഈ SFI ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും എന്നാണ് ആരോമലിൻ്റെ പരാതിയുള്ളത്. എന്തായാലും പരാതിയിൽ തിരുവല്ല പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ SFI നേതൃത്വം വിശദീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം SFI നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പകരം ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള മർദ്ദനത്തിൽ പിടിച്ചു മാറ്റുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നായിരുന്നു നിലവിൽ SFI നേതൃത്വം വിശദീകരിക്കുന്നത്. ആരോമലിൻ്റെ പരാതിയിൽ പറയുന്നതെല്ലാം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഹെൽമറ്റ് ഉപയോഗിച്ച് തലയ്ക്ക് പിന്നിൽ തുടർച്ചയായി മർദ്ദിച്ചുവെന്നും നിലത്ത് വീണപ്പോൾ നിലത്തിട്ട് ചവിട്ടിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും 15 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 5 പേർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടാലറിയാവുന്ന മറ്റ് 10 പ്രതികളുമാണ് നിലവിൽ ഇതിലുള്ളത്. ഈ 5 പേരിലാണ് SFI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടുന്നത്. കഴിഞ്ഞ തവണ നടന്ന പരിപാടിയുടെ പണം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വിദ്യാർത്ഥികളും ഈ ആരോമൽ ശിവയും തമ്മിലുണ്ടായിരുന്നു. അതിനുശേഷം മറ്റു പരിപാടി നടത്തുന്നതിൻ്റെ പ്രചരണാർത്ഥം നടത്തിയ പോസ്റ്ററുകളിലെല്ലാം തന്നെ ആരോമലിൻ്റെ നേതൃത്വത്തിൽ കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനാണ് വിദ്യാർത്ഥികളും ആരോമലും തമ്മിൽ തർക്കം ഈ കലോത്സവ വേദിയിൽ വെച്ച് ഉണ്ടാകുന്നത്. എന്തായാലും ഈ സംഘർഷത്തിലാണ് SFI നേതാക്കൾ ഇടപെട്ടിട്ടുള്ളത് എന്ന് ആരോമൽ പറയുന്നു. പക്ഷേ വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റുകയാണ്, സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് എന്നാണ് SFI നേതൃത്വം വിശദീകരിക്കുന്നത്.